കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ അനിയൻ. ഇങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല്. കല്ലൂക്കാടന്മാരായിട്ട് കളിക്കാനുള്ളത് മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ളമാരാണ് ഇറങ്ങി വാടാ. ഇത് വെച്ചോ, സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ. എന്താ പേര്? ഹലോ, ആ തീയന്തോന്ന് ആടോ. ഹലോ, ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ. ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാടന്മാരുടെ 5ാമത്തെ അനിയൻ സത്യ. നീയാണ് 5ാമത്തെ തെണ്ടി അല്ലേ? കല്ലൂർക്കാരന്റെ 5ാമത്തെ അനിയ. ഒന്ന് നിന്നേ, കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? അതൊന്നല്ല. ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം. ഏതാ വീപ്പുകുറ്റിയോ? അതെ, അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഒരു 1000 ഉറുപ്പിക ഞാൻ തരാം. ഒരു 2000 രൂപയോ? 2000 ഇട്. നോക്കണേ ചേട്ടൻ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടന്റെ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? ഒരു 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞ് ഞാൻ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500. പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മുട്ട അടിച്ചോ? എന്റെ ഗഫൂറേ, ഇപ്പൊ ഒരു രസമുണ്ടായടാ. ഒരുത്തൻ വന്ന് എന്റെ കരണക്കുറ്റിക്കൊണ്ട് ഒരു അടി തന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി പണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റിയും കാറ്റ് കൊടുത്തു 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ? എന്റെ പൊന്നാര വർക്കി, അതാണ് 5ാമത്തെ അനിയൻ സത്യ. അറിയാൻ പാടില്ല, എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ. അയ്യോ, അങ്ങനെ നല്ല സുഖം. അയ്യോ, ദേവി എറണം. ഇതെന്താണ് സ്കൂൾ വിട്ട് പറഞ്ഞ മാതിരി? ചവിട്ടാ തണ്ടി. ചവിട്ടാ പാടി. ഒരു വീക്കാൻ പറ്റുന്നുണ്ട്. ആ ശനി ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഗഫൂർക്കുണ്ടോ? ഗഫൂർഖാന്റെ ആരാ? ഭാര്യ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്? അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്ക. ബാപ്പ, ഇതൊക്കെ ആരാ ബാപ്പ? ബാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ? ഇത് വർക്കി മാമ, ഇത് ബാലൻ മാമ, ഇത് ലൂക്കോ മാമ. എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ.
ഇന്നെന്താ നിങ്ങള് കമ്പനി പോയില്ലേ? കമ്പനി ഈ മാസം ഇനി കൊട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും. അതെ ഇതൊക്കെ ഒന്ന് വന്നേ. എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞാ ഒരു ബേജാറാവും. പഠിച്ചോന്ന് വിചാരിച്ച പോലെ അത് അറിയിക്കരുത്. വാ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 9ലാ. അതെ, ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം. ഒന്നിക്ക് ഓ ടൗണിൽ കൊണ്ടുപോയി ആ. ഓരോ ബിരിയാണി വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ചിട്ടാ. ആ വരി. അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരെ. ഹായ്, ഇതെന്താ ഉഷ്ണേഷ്ട? നമുക്കൊരു ബിയറും കാച്ചാലോ? ആ കോപ്പ കിട്ടുന്ന സാധനം. കോപ്പയെ കിട്ടുന്ന സാധനമോ? അതന്നെ, ആ ചോപ്പ് നിറത്തുള്ള ആ കോഴിച്ചാറേ. ഓ, ചില്ലി ചിക്കൻ. എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുപോടാ ശവി. ഒരു ചില്ലി ചിക്കൻ. ഒരു ബിയറും വീശി താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിളിച്ച് സിസറും വലിച്ച ഹായ് ഉഷാറായി. പരിപാടി എണീക്കടാ എണീക്കടാ പോടാ. എന്താടാ നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ 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 എണീറ്റ് പോടാ. പറഞ്ഞെങ്കിൽ നിന്നൊക്കെ മാറ്റി വിടണം. എണീറ്റ് പോടാ. എന്തോ അയ്യോ നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് പറയണം. എണീറ്റ് പോടാ 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 പോടാ. ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലക്കൂടിനെ സൂണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാ നിന്റെ പേര്? തൃശ്ശൂക്കാരനാണ് കേടിയേ. കല്ലൂക്കാരന്മാരെന്ന് കേട്ടിട്ടുണ്ടാ? നപ്പ് സാധനങ്ങൾ ഇഷ്ടാ. ആസലിടിയാ? ഇല്ല, കേട്ടിട്ടില്ല. അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടെന്നല്ലേ? കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ 5ാമത്തെ അനിയൻ. പേര് സത്യ. പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാ? എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരു അച്ഛൻ പറ്റ 2 മക്കള്. ഞാനും കല്ലൂർക്കാരനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര് ബാലൻ. വെറും ബാലന? ഇനീഷിലൊന്നും ഇടകടിയേ? ഇല്ല. ആ, എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ? അതുമില്ലേ? ഉണ്ട്. കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ. ഓഹോ. അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്. മാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേയിച്ചെടുത്തോണ്ട് എനിക്ക് മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം. ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. ബാലേട്ടാ വാ ബാലേട്ടാ. ഭാര്യയ്ക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങാണ് മയ്യത്ത് പോലെ. മയ്യത്ത് പോലെ കിടക്കണത് എന്റെ വാപ്പ ശൈത്താനെ ഇപ്പൊ കുച്ചി. ഓനെ ഇപ്പൊ സമയത്തായി 11 കാണും. 12 മണിയാവാൻ ഇനി എത്ര മണിക്കൂർ കൂടി വേണം? 12 മണിയാകാൻ ഇനി തലപടിക്കൽ പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. വിശ്വസിക്കരുത്, ഇതിന്റെ ട്രിക്കാണ്. അടി ഒഴിഞ്ഞതല്ല ഞാൻ ഉണ്ടാക്കാൻ. അയ്യോ, ഞാനവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകലൊരു അനിയത്തിന്റെ മോനാണേ, നമ്മുടെ ശാലിച്ചയുടെ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തിന്നിട്ടുള്ള.
ഞാൻ ആരോടുമ്പഴേ ഇവന്താ ഇത്രേ ഉള്ളൂ, ഒരു കറുത്ത പന്നിക്കുരുടെ അത്രയും. ഇപ്പൊ വലുതായി. സൂത്രക്കാരനാ. ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ 4 അല്ല 5 ആളാ. പന്നി കൂടുതൽ ഇവിടെ കിടന്ന് ഷെയിൻ ചെയ്താലുണ്ടല്ലോ ഇടിച്ചതിന്റെ ബോൾട്ടേൻ ഇളക്കും. ഓടത്തടിയാ. അയ്യോ നിനക്ക് ഞാൻ 10 രൂപ തരും. 10 lakhs. എന്താടാ, നിനക്ക് വിശ്വാസമായില്ലേ? ആശാൻ വെറുതെ ആളെ കൊതിപ്പിക്കല്ലേ. സത്യമായിട്ടും അതേടാ. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും, അതും ഈ കൈകൊണ്ട്. ആശാൻ എന്തായി പറയുന്നേ? ഈ ഭൂമിയിൽ നിനക്കും നിന്റെ പിള്ളേർക്കും മാത്രമേ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാ ഈ പാതിരാത്രി തന്നെ നിന്നെ തേടി ഞാൻ വന്നത്. ആശാൻ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. നീ ഒരാളെ കൊല്ലണം. കൊല്ലാനോ? കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആശാനെ. എന്താ, നിനക്കതിന് ധൈര്യമില്ലേ? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ട ആശാനെ. പഠിക്കണം, എല്ലാം പഠിക്കണം. നീ എന്റെ കൂടെ വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പയ്യനായിരുന്നു. നീ എങ്ങനെയെങ്കിലും ബാലനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ബാലനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷെ കക്ഷി ആരാ? ആണല്ല, പെണ്ണാ. പെണ്ണാ? അല്പം കുഴപ്പം പിടിച്ച കേസാ. കേട്ടിട്ടുണ്ടോ മാറാശ്ശേരി മന? കൊല്ലേണ്ടത് മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുന. സംഗതി നീ വിചാരിച്ചാൽ എളുപ്പമാണ്. പണി കഴിഞ്ഞ് ഓഫീസിലേക്ക് നീ വന്നാൽ പണം ഞാൻ അവിടെ തരും. 10 ലക്ഷം രൂപ. കരുതിയില്ല, ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ആരാണ് ഇതിന്റെ പിന്നിൽ? എടാ വർക്കി, നമ്മൾ കൊട്ടേഷൻകാരെ പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചാലും കൊല്ലാൻ ഏൽപ്പിച്ചവനെയോ കൊന്നതെന്തിനാണെന്നോ പറയില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? $10 ലക്ഷം.